എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 11 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് റേഷൻ വിതരണം സജീവമായിട്ടുണ്ട്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡിനുള്ള എല്ലാ വിഹിതങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി ഈ മാസം ഇല്ല. 2 മാസത്തെ റേഷൻ അല്ല, 1 മാസത്തെ റേഷൻ മാത്രമാണ് ഈ മാസം വിതരണം ചെയ്യുന്നത്. അടുത്ത മാസവും അത് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ റേഷൻ കാർഡിനും ആട്ടയുണ്ട്, അത് ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. മഞ്ഞ റേഷൻ കാർഡിന് 7 രൂപ, പിങ്ക് റേഷൻ കാർഡിന് 9 രൂപ, നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡിന് 17 രൂപ എന്നിങ്ങനെയാണ് ആട്ടയ്ക്ക് വില വരുന്നത്. സപ്ലൈകോ സാധനങ്ങളും വാങ്ങാൻ മറക്കരുത്. 13 ഇനം സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭിക്കുന്നതാണ്. രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. നിലവിൽ 20 കൊല്ലമെന്ന കാലാവധി വ്യക്തിക്ക് 50 വയസ്സ് ആകുന്നത് വരെ എന്ന് മാറ്റിയേക്കും എന്നുള്ള വിവരമാണ് ഗതാഗത മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഏത് വയസ്സിൽ ലൈസൻസ് എടുക്കുകയാണ് എങ്കിലും 50 വയസ്സ് ആകുമ്പോൾ മാത്രം ഇനി പുതുക്കിയാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നിലവിൽ 18 വയസ്സിൽ ലൈസൻസ് എടുത്താൽ 38ാമത്തെ വയസ്സിൽ വീണ്ടും പുതുക്കേണ്ടതുണ്ട്. അത് മാറി 50 വയസ്സ് വ്യക്തിക്ക് ആകുന്നത് വരെ ലൈസൻസിന്റെ കാലാവധി നീട്ടി നൽകാനാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം തീരുമാനിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഇനി ഇഷ്ടമുള്ള നിറം നൽകാം. ടൂറിസ്റ്റ് ബസ്സുകളിലെ നിലവിലെ വെള്ള നിറം ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാം എന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് ബസ് അപകടത്തെ തുടർന്ന് എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വെള്ള നിറം വേണം എന്നുള്ള രീതിയിലേക്ക് വന്നത്. അതാണിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാറ്റാം എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നത്. ഇതും വാഹന മോഡിഫിക്കേഷനുകളുടെ ഗണത്തിൽ ഉൾപ്പെടും. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി PD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് 19 തീയതി നടക്കുന്ന ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യത്തെ അറിയിപ്പ്, 15 തീയതി മുതൽ പ്രായഭേദമന്യേ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുക. ആദ്യത്തെ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ ശേഷം മറ്റ് ബസ്സുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓർഡിനറി ബസ്സുകൾ കുറവുള്ള മലബാർ ഏരിയയിൽ പുതിയ റൂട്ടുകൾ അനുവദിച്ച് നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പ്രായഭേദമന്യേ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും 15 തീയതി മുതൽ സൗജന്യമായി ഇനി യാത്ര ചെയ്യാൻ കഴിയും. ഇതിന് പുറമെയാണ് വലിയ പദ്ധതികൾ കൂടി കേരളത്തിലെ സ്ത്രീകളെ തേടി എത്താൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും എല്ലാ മാസവും 1000 രൂപ പദ്ധതി 19 തീയതി ബജറ്റിൽ പ്രഖ്യാപിക്കും. തൊട്ടടുത്ത മാസം മുതൽ തന്നെ ഇതിന്റെ വിതരണ നടപടികളിലേക്കും അപേക്ഷാ സമർപ്പണത്തിലേക്കും കടക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും വിതരണം ചെയ്യും എന്നുള്ള വിവരമാണ് ഉള്ളത്. ഇതിനുവേണ്ടി ഇപ്പോൾ അപേക്ഷാ നടപടികൾ വീണ്ടും സജീവമായിട്ടുണ്ട്. മുമ്പ് ഇതുവരെ അപേക്ഷ നൽകാത്ത BPL റേഷൻ കാർഡിലെ 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഇനിയും അപേക്ഷിക്കാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അപേക്ഷ നൽകുക. പദ്ധതി വീണ്ടും ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. നിലവിൽ കുടിശ്ശികയായിരിക്കുന്നത് LDF സർക്കാരിന്റെ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയുമാണ്. അത് പുതിയ സർക്കാർ കുടിശ്ശിക നൽകി തുടങ്ങുകയാണോ അതോ അടുത്ത മാസം മുതൽ, അതായത് ജൂലൈ മാസം മുതൽ പുതുതായിട്ട് ഇത് വീണ്ടും ആരംഭിക്കുകയാണോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും പദ്ധതി നിർത്തില്ല. വീണ്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വിതരണം ഉണ്ടാകും എന്നാണ് വിവരം. ഇതുകൂടാതെ കേരളത്തിലെ മുഴുവൻ യുവതി യുവാക്കൾക്കും 5 ലക്ഷം രൂപയുടെ പലിശ രഹിത ലോൺ ലഭിക്കുന്നതാണ്. മറ്റൊന്ന് വമ്പൻ പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഓരോ വർഷവും 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും 19 തീയതി ബജറ്റിൽ പ്രഖ്യാപിക്കും. ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായ VD സതീശൻ തന്നെയാണ് ഇപ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ക്ഷേമ പെൻഷൻ ഈ മാസം
വിതരണം ചെയ്യുന്നത് 24-നോ 25-നോ ആയിരിക്കും. അതിനു മുമ്പ് ബജറ്റ് ഉണ്ട്. ആ ബജറ്റിൽ വർധനവുണ്ടാകുമോ എന്ന് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. 100-200 രൂപ വർദ്ധിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കും എന്ന് ഗവർണർ വായിച്ചിരുന്നു. അതിന് ഏത് 5 കൊല്ലം കൊണ്ട് 3000 ആക്കുന്നതാണോ അതോ ഒറ്റയടിക്ക് 3000 ആക്കുന്നതാണോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും അത് ബജറ്റ് വരെ കാത്തിരിക്കാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. പോളിമർ പ്ലാസ്റ്റിക് കറൻസികൾ മുമ്പ് ആലോചിച്ചിരുന്നു എങ്കിലും അത് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് പോളിമർ പ്ലാസ്റ്റിക് നോട്ടുകൾ വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂടുതൽ ഈടുനിൽക്കുന്നതും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഈ നോട്ടുകൾ അച്ചടിക്കാനുള്ള ആലോചന നോട്ട് അച്ചടിയുടെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കും എന്ന വിലയിരുത്തലും ഉണ്ട്. ആദ്യഘട്ടത്തിൽ 10-20 നോട്ടുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യത്തെ കറൻസിയുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു പതിറ്റാണ്ടിന് മുമ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ് തിരികെ പൊടിതട്ടി എടുത്ത് അണിയറയിൽ നീക്കം തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്നതും പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നതുമായിട്ടുള്ള 10-20 നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പോളിമർ രൂപത്തിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് പോളിമർ നോട്ടുകൾ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകും. സാധാരണ പേപ്പർ നോട്ടുകൾ കോട്ടൺ, ലിനൻ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എങ്കിൽ പോളിമർ നോട്ടുകൾ നിർമ്മിക്കുന്നത് BOPP എന്ന പ്രത്യേക തരം പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിച്ചാണ്. സാധാരണ നോട്ടുകളെ പോലെ തന്നെ ഭാരക്കുറവുള്ളതും മടക്കാൻ കഴിയുന്നതുമായിരിക്കും ഇവ. ഇതിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ കൂടുതൽ കാലം ഈട് നിൽക്കും എന്നുള്ളതാണ്. പേപ്പർ നോട്ടുകളേക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ കാലം ഇവ കേടുപാടുകൾ കൂടാതെ ഇരിക്കും. സാധാരണ നോട്ടുകൾ 1.5-2 വർഷം കൊണ്ട് നശിക്കുമ്പോൾ പോളിമർ നോട്ടുകൾ 7 വർഷത്തിലധികം ഈട്. ആദ്യടക്കം കൊച്ചി അടക്കമുള്ള 5 പട്ടണങ്ങളിലാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കുക. രാജ്യത്തെ വിവിധ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടണങ്ങളെ തിരഞ്ഞെടുത്തത്. രാജ്യത്തിലുടനീളം 10 ബില്യൺ മൂല്യം വരുന്ന നോട്ടുകളാണ് ഇറക്കുക. 10-20 രൂപയുടെ നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ ഇറക്കുന്നത്. വിജയകരമായാൽ 100, 200, 500 രൂപ നോട്ടുകളും ഇതേപടി ഇറക്കുന്നതായിരിക്കും. അതേസമയം നോട്ട് നിരോധനം ഉണ്ടാകില്ല. ഘട്ടം ഘട്ടങ്ങളായിട്ട് ഈ നോട്ടിലേക്ക് മാറുന്ന രീതി തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് വിവരം. ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ നോട്ട് നിരോധിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത വ്യാജമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയും പവന് 3,160 രൂപ കുറഞ്ഞ് 1,09,160 രൂപയുമായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.